വനപാതയോരത്ത് നിന്ന് വനംവകുപ്പ് ആഴ്ചയിൽ നീക്കം ചെയ്യുന്നത് ചാക്കുകണക്കിന് മാലിന്യം. യാത്രക്കാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് ഏറെയും വനപാതയോരത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടി വരുന്നത്. വന്യമൃഗങ്ങളുടെ ജീവന് തന്നെ അപകടം സംഭവിക്കാവുന്ന തരത്തിലാണ് വനപാതയോരത്ത് മാലിന്യം വലിച്ചെറിയുന്നത്. ഇതിൽ നിന്ന് യാത്രക്കാർ പിന്മാറണമെന്നാണ് വനംവകുപ്പ് ആവശ്യപ്പെടുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 766 ഓരത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. ഇതുകാരണം ആഴ്ചയിൽ വനംവകുപ്പ് ജീവനക്കാർക്ക് ഇത് നീക്കം ചെയ്യൽ ഒരു ജോലിയായി മാറിയിരിക്കുകയാണ്. ആഴ്ചതോറും ചാക്കുകണക്കിന് മാലിന്യമാണ് വനപാതയോരത്തു നിന്ന് ഇത്തരത്തിൽ നീക്കം ചെയ്യുന്നത്. സംസ്ഥാന അതിർത്തി മൂലഹള്ള മുതൽ കല്ലൂർ 67 വരെയുള്ള ഭാഗത്താണ് കൂടുതൽ മാലിന്യമുള്ളത്. ഇത് ആനയും കുരങ്ങുമടക്കമുള്ള വന്യമൃഗങ്ങൾ ഭക്ഷിക്കുന്നതും പതിവാണെന്ന് വനപാലകർ പറയുന്നു. പക്ഷേ ഇത് വണ്ടിക്കാരെ ഫുള്ളും വേസ്റ്റ് ചെയ്തിട്ട് പോവുക. അതിപ്പോൾ ആനയ്ക്കും പിന്നെ ഒക്കെ പെറുക്കി തിന്ന് ആനകളൊക്കെ പിന്നുണ്ട്. പിന്നെ സഞ്ചാരികൾക്ക് ഇങ്ങനെ ഇടാണ്ട് വേസ്റ്റ് ഇടാണ്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ആനകളൊന്നും കഴിക്കാൻ നിൽക്കും. ആഴ്ചയിൽ പറക്കുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 3-4 ചാക്ക് ഇങ്ങനെ വേസ്റ്റ് വരുന്നുണ്ട്. ഇവയുടെ കാഷ്ടത്തിൽ നിന്ന് പലപ്പോഴും മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ കുപ്പിയടക്കമുള്ള പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നതാണ് വനപാതയോരത്ത് മാലിന്യം കുന്നുകൂടാൻ കാരണം. മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമെന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സഞ്ചാരികൾ അതൊന്നും ഗൗനിക്കുന്നില്ല. മലനാട് ന്യൂസ്, ബത്തേരി.